അതുപോലെ തന്നെ സ്വന്തം നഫ്സിനെ സംസ്കരിക്കാൻ, നമ്മുടെ ആത്മാവിനെ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഖുർആനിൽ കാണാവുന്ന മാർഗ്ഗങ്ങളാണ് ശർഈയായ ഇൽമ് പഠിക്കുക, ത്വലബുൽ ഇൽം എന്ന് പറയുന്നത്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലേ, നമ്മളൊരു ഇൽമിൻ്റെ മജ്ലിസിലിരുന്നാൽ, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഒരു സദസ്സിലിരുന്നാൽ നമ്മുടെ ഈമാൻ കൂടും. അതുതന്നെയാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഈമാൻ കൂടുക എന്നുള്ളതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പള്ളിയിലിരുന്ന് അല്ലാഹുവിൻ്റെ കലാമ് പഠിക്കുന്ന ആളുകൾ, അതുപോലെ മക്കൾ പറയുന്നത് പള്ളിയിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം അധികവും പള്ളിയിലായിരിക്കും ഇൽമിൻ്റെ സദസ്സുകൾ എന്നതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചതാണ് എന്നാണ് പറയുന്നത്. എവിടെയായിരുന്നാലും ഇൽമിൻ്റെ ഒരു സദസ്സിലിരുന്നാൽ ഇല്ല നസലത്ത് അലൈഹിമു സക്കീന, അവിടെ സക്കീനത്ത് ഇറങ്ങും, അവരുടെ മനസ്സിൽ ശാന്തത, സമാധാനം ഉണ്ടാകും. ഇത് നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഇൽമിൻ്റെ ഒരു സദസ്സിലിരുന്നാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകും. അപ്പോൾ ആ സമാധാനം തന്നെയാണ് തസ്കിയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ? നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഈ ഇൽമിൻ്റെ സദസ്സിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ദുനിയാവാണ്. ദുനിയാവ് എന്ന് പറയുന്നത് മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ദുനിയാവിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഏറ്റവും വലിയ സമ്പന്നനാണെങ്കിലും അവന് ടെൻഷനായിരിക്കും, ഞാൻ രണ്ടാമത്തവനാകുമോ അടുത്ത വർഷം എന്നുള്ള ടെൻഷൻ ഉണ്ടാകും. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ അവൻ്റെ അക്കൗണ്ടൊക്കെ ഒന്ന് നോക്കിയാൽ അവന് പ്രശ്നമായിരിക്കും. അടുത്ത കൊല്ലത്തെ സമ്പന്നന്മാരുടെ ലിസ്റ്റിൽ ഞാൻ 4ാമത്തെ ആളാവും 5ാമത്തെ ആളാവും എന്നുള്ള പേടിയായിരിക്കും. അപ്പോൾ ദുനിയാവ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ദുനിയാവ് നമ്മൾ മറക്കുന്നു. അതാണ് സംഭവിക്കുന്നത് ഇൽമിൻ്റെ സദസ്സുകളിൽ. നമ്മൾ ആഖിറത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ വിശാലതയാണ്. അവിടെ ആർക്കും മറ്റൊരാളുടെയും ഭീഷണിയില്ല, മറ്റൊരു പ്രയാസങ്ങളുമില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇൽമിൻ്റെ സദസ്സുകളിൽ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിപ്പോൾ വദുവിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും വിഷയം ആഖിറത്താണ്. അവിടെ രക്ഷപ്പെടാനാണ് നിസ്കരിക്കുന്നത്, അതിനാണ് വദു എടുക്കുന്നത്. അപ്പോൾ ഇൽമിൻ്റെ സദസ്സുകളുടെ ഈ സക്കീനത്തിൻ്റെ കാരണം അതാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ പേടിക്കുന്നത് ഇൽമുള്ള ആളുകളാണ്. അപ്പോൾ ഇൽമു പഠിക്കുക എന്നുള്ളത് മനസ്സിൽ ഖശിയത്തുണ്ടാവാൻ, തസ്കിയത്തുണ്ടാവാൻ ഉള്ള വഴിയാണ്. അതുപോലെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റൊരു മാർഗം വളരെ അറിയപ്പെട്ടതാണ്, മഖ്ബറ സന്ദർശിക്കുക. സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾ ഖബർ സന്ദർശിക്കുക, അല്ലെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ചിലപ്പോൾ കുഴിച്ചു വെച്ച ഖബറുണ്ടാവും, മറമാടാത്ത തുറന്നു കിടക്കുന്ന ഖബറുണ്ടാവും. അതിൻ്റെ ഒക്കെ അടുത്ത് പോയി നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പോയി കിടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെ നമുക്ക് കൂട്ടിന് ആരുമില്ല, നമ്മുടെ കൂട്ടുകാരില്ല, കുടുംബമില്ല, നമ്മൾ ചെയ്യുന്ന ഹറാമുകൾ അതൊന്നും ഇനി അവിടെ ചെയ്യാനില്ല. അവിടെയുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാലിഹായ അമലുകൾ, അത് മാത്രമാണ് നമ്മുടെ കൂട്ടിനുണ്ടാവുക. തിന്മകളാണെങ്കിൽ അത് നമ്മുടെ കൂടെ അദാബായിട്ട് അവിടെ ഖബറിലുണ്ടാകും. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സ് നന്നാവും.